അല്ല കോൺഗ്രസിന്റെ പ്രതിനിധി അല്ല ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇത് കേൾക്കുക. താങ്കൾ പറയുന്ന ഒരു കഴമ്പുമില്ല എന്ന്. കഴിഞ്ഞ 72 ദിവസമായി ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് യു-ടേൺ തിരിഞ്ഞ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും വിഴിഞ്ഞമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും നികുതി ഭീകരത എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സാഹചര്യം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. 1 രൂപ പോലും കടം വാങ്ങിക്കാതെ ഖജനാവ് നിറയ്ക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ ആളൊക്കെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു റൂട്ടുണ്ടല്ലോ, അത് നിയമവിരുദ്ധമാണ്. ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നതല്ല എന്നതാണ് ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ കാര്യം, വിജിലൻസ് നടത്തി കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് തന്നെ തിരുത്താനുണ്ടായ സാഹചര്യം എന്ത്? അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ്. കോടതി ഏതെങ്കിലും വിഷയത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയോ ഇന്ന കാര്യത്തിൽ ഒരു പുനരന്വേഷണമോ തുടരന്വേഷണമോ വേണം എന്ന് പറയാത്ത സാഹചര്യത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി വന്നിരുന്ന് പറയാണ്, നേരത്തെ കൊടുത്ത വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ മാച്ചു കളഞ്ഞു, പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യം. അതും രണ്ടാമത്തെ നിയമവിരുദ്ധത. താങ്കൾ പറയുന്നത് അക്കൗണ്ടിൽ പണം വന്നില്ല, അന്വേഷിക്കേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസി. കാരണം വിദേശത്തുനിന്ന് പണം വന്നിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ. 3-4 അക്കൗണ്ടിന്റെ പറഞ്ഞു, മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI റിപ്പോർട്ട് അക്കൗണ്ട്, അതുപോലെ കറണ്ട് അക്കൗണ്ട്, മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളെല്ലാം ഇതേ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെ വിനിയോഗിച്ചു, എങ്ങനെ വിനിയോഗിച്ചു, ആരൊക്കെയാണ് ഗുണഭോക്താവ് എന്ന് 2019 തന്നെ ഞാൻ അതിന്റെ വിവരം പുറത്തുവിടുമെന്ന് സാക്ഷാൽ VD സതീശൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ജനങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചപ്പോൾ തട്ടിക്കൂട്ട് പല വ്യക്തികൾ സംഘടനകൾ കൊടുത്ത എല്ലാ തരത്തിലുള്ള വീടും തന്റെ അക്കൗണ്ടിലാക്കാൻ ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം നടത്താൻ CBIക്ക് കഴിയൂ എന്ന് കണ്ടെത്തിയത് ഇതേ വിജിലൻസ് ആണ്. ഗവൺമെന്റ് മാറി എന്ന് വെച്ച് വിജിലൻസിന്റെ റിപ്പോർട്ട് മാറില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറും, പക്ഷേ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ മാറ്റമില്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുമ്പോ ഇത് പരിശോധിച്ച് പറയേണ്ട അന്വേഷണ ഏജൻസി ആ ഏജൻസിയാണ് പറയേണ്ടത്, മന്ത്രിയല്ല പറയേണ്ടത്. അല്ല മന്ത്രി പറയുമ്പോ ഇന്നതാണ് വസ്തുത എന്ന് പറയണ്ടേ? ഏതെങ്കിലും രീതിയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യമുണ്ടോ? അപ്പൊ നിയമവിരുദ്ധമായ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെന്തായാലും വിജിലൻസ് കോടതി പരിശോധിക്കുക തന്നെ ചെയ്യും. ഭരണഘടനാ കോടതി പരിശോധിക്കുന്ന സാഹചര്യം വരും. ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഈ നിയമവിരുദ്ധ സാഹചര്യത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വരവിനെ ഈ സർക്കാർ ഈ തീരുമാനത്തിലൂടെ തടഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു. റെജിൻ എന്തോ ഒന്ന് പറയാൻ വന്നതുകൊണ്ട് ഒന്ന് ചുരുക്കി ദയവായി ഇടവേളയിലേക്ക് പോകും. പിന്നീട് കുറെ നേരമായി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറവൂര് വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നതിനെ പറ്റിയൊക്കെ പറയുന്നു. അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അത് അന്വേഷിക്കുവാൻ കേരളത്തിലെ വിജിലൻസിന് പറ്റുമായിരുന്നല്ലോ, പോലീസിന് പറ്റുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആ വിജിലൻസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്ന പച്ച നുണകൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? ഈ പ്രേക്ഷകരെ ഒന്ന് കാണിക്കും. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ലാതെ പറയാണ്. ആ പറയുന്ന യൂട്ടേൺ അടിച്ചതിന്റെ കഥയൊക്കെ ഞാനും പറഞ്ഞുതരാം. യൂട്ടേന്റെ കഥയൊക്കെ ഞാനും പറഞ്ഞുതരാം. ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, ഇപ്പോഴെങ്കിലും തീരില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, ഞാൻ ഒരു ചർച്ചയിൽ ഒരു വാക്കോ വാചകമോ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം പറഞ്ഞ അഭിഭാഷകരിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും, ആ കേസിൽ ഉൾപ്പെട്ടതും അതിനുശേഷം ഇവിടെ ഉന്നയിക്കപ്പെട്ടതുമായ നിരവധി കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ആ തെളിവ് വിജിലൻസ് കോടതി ആ തെളിവുകൾ കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെ അന്വേഷിക്കാൻ കഴിയൂ. കാരണം അഴിമതി നിരോധന നിയമപ്രകാരമാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിന് ഞങ്ങൾ അന്വേഷിച്ച ആസ്പെക്ട് ഇന്നതാണ്. പക്ഷെ ഈ പണം വന്നത് ഒന്ന് കേൾക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. അതുകൊണ്ട് ഈ പണം വന്നത് വിദേശത്ത് നിന്നാണ്. അല്ല എന്ത് മര്യാദകേട് ഇത് 2-3 ദിവസം ഇന്നലെ തുടങ്ങി കോൺഗ്രസിന്റെ പ്രതിനിധി കൃത്യമായി കേൾക്കാനുള്ള മനസ്സ് കാണിക്ക്. ഈ പണം വന്നത് വിദേശത്താണ്. അഴിമതി നിരോധന നിയമപ്രകാരം ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതിന്റെ ജെനിസിസ് കൃത്യമായിട്ടുള്ള ഇന്ന ഭാഗങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അതിപ്പോ പാടില്ല, അന്വേഷിക്കേണ്ടതില്ല, ഞാൻ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുമെന്ന് പറഞ്ഞത്.